ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക്ക് എന്ന് പറയുന്നത് ആർക്കേഞ്ചൽസ് എന്ന് പറയുന്ന ഒരു ഡിവൈൻ ഫോഴ്സസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ലീഡറായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ക്യാപ്റ്റനായിട്ട് നമ്മൾ പറയുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈശ്വര സാന്നിധ്യം എന്ന് പറയുന്നത് ആർക്കേഞ്ചൽ മൈക്കൽ എന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ നമ്മളുടെ ഹിന്ദു മിത്തോളജിയിൽ സുബ്രഹ്മണ്യ സ്വാമി അല്ലെങ്കിൽ മുരുക ഭഗവാൻ എന്ന് പറയുന്ന ഈ രണ്ട് ഡിവൈൻ ഫോഴ്സസും ഒന്നാണോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഈ രണ്ട് ശക്തികളും നമ്മളുടെ പാസ്റ്റ് കർമാസ്, നമ്മൾ കഴിഞ്ഞ പോയ സമയത്ത് അല്ലെങ്കിൽ പൂർവ്വജന്മങ്ങളിൽ ഒക്കെ ചെയ്തു പോയ അറിഞ്ഞോ അറിയാതെയോ ഒക്കെയുള്ള കർമ്മങ്ങളുടെ ആ ഒരു പ്രായശ്ചിത്തമായിട്ടുള്ള രീതിയിൽ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഡെറ്റ്സ് അല്ലെങ്കിൽ കടങ്ങൾ എല്ലാം നള്ളിഫൈ ചെയ്തുകൊണ്ട് എല്ലാം നമ്മൾ ആ ഒരു കർമ്മങ്ങളെല്ലാം നമ്മളുടെ ഉള്ളിൽ നിന്ന് അതിൻ്റെ വീര്യമെല്ലാം കുറഞ്ഞു പോയതിന് ശേഷം നല്ല കർമ്മങ്ങൾ ചെയ്യാനും ആ കർമ്മങ്ങളെല്ലാം ധർമ്മമായി മാറാനും ഒക്കെ നമുക്ക് ഈ രണ്ട് ഡിവൈൻ ഫോഴ്സസ് അല്ലെങ്കിൽ ശക്തികൾ നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ ഒരു ശക്തികളെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ ആഗ്രഹങ്ങളെ എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്ത് നമ്മളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അവരുടെ ആ ഒരു രീതിയിലുള്ള എല്ലാ മോട്ടിവേഷനും സപ്പോർട്ടും പ്രോത്സാഹനവും അല്ലെങ്കിൽ നല്ല സജഷൻസ് ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്നതിന്. അപ്പോൾ നമ്മൾക്കറിയാം, നമ്മളുടെ പ്രപഞ്ചമാകുന്ന മുഴുവൻ ശക്തിയിൽ കോടാനുകോടി ശക്തികളുണ്ട്, ഡിവൈൻ ഫോഴ്സസ് ഉണ്ട്. എല്ലാ ഡാർക്ക് എനർജി, ലൈറ്റ് എനർജി എന്നൊക്കെ പറയുന്ന എല്ലാ ശക്തികളെയും നമുക്കറിയില്ല. അപ്പം നോൺ ആൻഡ് അൺനോൺ, ലൈറ്റ് ആൻഡ് ഡാർക്ക് എനർജീസ് എന്നൊക്കെ പറഞ്ഞാണ് സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്ന ആൾക്കാരെല്ലാം അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവിടെ ആർക്കേഞ്ചൽ മൈക്കൽ എന്ന് പറയുന്നത് ആർക്കേഞ്ചൽസിൻ്റെ കൂട്ടത്തിൽ സുപ്രീം കമാൻഡർ ഇൻ ചീഫ്, അല്ലെങ്കിൽ ആർക്കേഞ്ചൽ മൈക്കലും അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി അല്ലെങ്കിൽ ശ്രീ മുരുക ഭഗവാൻ എന്ന് പറയുന്ന ഈ രണ്ട് പേരും സ്പിരിച്വൽ തലത്തിലെ ആ ഒരു കമാൻഡർ ഇൻ ചീഫ് ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ശക്തികളെ എല്ലാ നിമിഷവും അല്ലെങ്കിൽ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചാൽ നമ്മൾ ഏതൊരു സിറ്റുവേഷനിൽ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ സമയത്തും നമ്മൾ ഇൻട്രാക്ഷൻസ് ഒക്കെ നടത്തുന്ന സമയത്ത് ടോക്സിക് ആയിട്ടുള്ള പല ആളുകൾ, വ്യക്തി, സാഹചര്യം അല്ലെങ്കിൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മളെ നേർവഴിക്ക് മാത്രം നടത്തുകയും നയിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അവിടെ പറയുന്നത് എന്ന് പറയുന്നത് ശ്രീമുരുക ഭഗവാന്റെ കയ്യിൽ ഒരു ശൂലമുണ്ട്, നമുക്കറിയാം. അതുപോലെ ആർക്കേഞ്ചൽ മൈക്കലിൻ്റെ കയ്യിൽ ഒരു സോഡുണ്ട്, ഒരു പരിചയമുണ്ട്. അപ്പോൾ ആ ഒരു ശക്തികളെ പ്രാർത്ഥിക്കുന്ന ഓരോ ഭക്തർക്കും വരുന്ന എന്തൊരു പ്രശ്നമാണെങ്കിലും അതെല്ലാം ആ ഒരു ശൂലം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പരിചയം വാളും കൊണ്ട് തടുത്ത് ആ ഭക്തരെയെല്ലാം സംരക്ഷിക്കുമെന്ന് മാത്രമല്ല, നമ്മളുടെ പൂർവ്വകാലങ്ങളിൽ അല്ലെങ്കിൽ പാസ്റ്റിൽ ചെയ്ത എല്ലാ കർമ്മങ്ങളും നള്ളിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പുതിയ ജീവിതം പോലെ മുന്നോട്ട് നയിക്കാനായിട്ടും അത് സഹായിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ രാവിലെ മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് ഒരു മാസം ഈ ഒരു രീതി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അതായത് ആർക്കേഞ്ചൽ മൈക്കൽ അല്ലെങ്കിൽ ആർക്കേഞ്ചൽ മൈക്കൽ എന്ന് പറയുമ്പോൾ അവിടെ ലാവൻഡർ കളർ അല്ലെങ്കിൽ ലാവൻഡറിൻ്റെ ആ ഒരു സ്മെല്ല്, അതൊക്കെയാണ് ആ ഒരു ഡിവൈൻ ഫോഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ മുരുക ഭഗവാനും. അപ്പോൾ ആ ഒരു രണ്ട് ശക്തികളെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. അതായത് ക്രൗൺ ചക്രയ്ക്ക് മുകളിൽ നിന്ന് ആ ഡിവൈൻ ഫോഴ്സിൻ്റെ ആ ഒരു എനർജി, ആ ഒരു ബ്ലെസ്സിങ്സ് ഒക്കെ നമ്മളുടെ ഹാർട്ട് സ്പേസിലേക്ക് കയറുകയും നമ്മളുടെ എന്താണ് ആഗ്രഹം എന്നുള്ളത്, ചിലപ്പോൾ നമ്മളുടെ ആഗ്രഹം എന്ന് പറഞ്ഞത് നമ്മൾ ജീവിതത്തിൻ്റെ ഏതൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോഴും ആ ഒരു ഫുൾ പ്രൊട്ടക്ഷൻ എനിക്ക് കിട്ടണേ, അറിഞ്ഞോ അറിയാതെയൊന്നും മറ്റുള്ളവരുടെ യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് എനർജീസും നമ്മളിലേക്ക് കയറരുതേ, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടുന്ന പണം അല്ലെങ്കിൽ നല്ലൊരു വീട് അല്ലെങ്കിൽ നല്ലൊരു ജോലി അല്ലെങ്കിൽ നമ്മളുടെ പോസിറ്റീവ് എനർജി എപ്പോഴും ഹൈ ആയിട്ട് നിൽക്കാനായിട്ട് സഹായിക്കുക, അല്ലെങ്കിൽ നേർവഴിക്ക് മാത്രം എന്നെ നടത്തുക, നയിക്കുക എന്നുള്ള രീതിയിൽ എന്താണോ നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ആ ഒരു ഹാർട്ട് സ്പേസിൽ നിന്നുകൊണ്ട് ഈ ഒരു ബ്ലെസ്സിങ്സിൻ്റെ സഹായത്തോടു കൂടി
നമ്മൾ മദർ എർത്തിലേക്ക് ആ ആഗ്രഹത്തിനെ കൊടുക്കുന്നു. തിരിച്ച് നമ്മളുടെ മദർ എർത്തിൽ നിന്ന് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട്, നമുക്കറിയാം നമ്മളെപ്പോഴും 2 കാല് ഭൂമിയിൽ ചവിട്ടി നിന്നുകൊണ്ട് എത്ര ഉണ്ടോ എത്ര വലിയവനാണോ എന്നുള്ളതല്ല കാര്യം. എന്തും നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ 2 കാലുകൾ ഭൂമിയിൽ ചവിട്ടി നിന്ന് വളരെ ഗ്രൗണ്ടഡായി നിന്ന് വളരെ സ്റ്റേബിളായി നിന്ന് വേണം അത് റിസീവ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ആ ഒരു എനർജിയുടെ ഇംബാലൻസ് കൊണ്ട് നമ്മൾക്ക് നമ്മളുടെ ആ ഒരു നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നാലും ആ ഒരു പൂർണ്ണതയിൽ നിന്നുകൊണ്ട് നമുക്ക് റിസീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ ഒരു മദർ എർത്തിലേക്ക് നമ്മളുടെ ആഗ്രഹത്തിനെ കൊടുക്കുകയും തിരിച്ച് മദർ എർത്തിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്സോട് കൂടി ഈ ഒരു ഡിവൈൻ ഫോഴ്സിൻ്റെ സഹായത്തോടു കൂടി നമ്മളുടെ ഹാർട്ട് സ്പേസ് അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡ് ബോഡി സോൾ എന്ന് പറയുന്ന ഈ ഒരു ഘടകത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലേക്ക്, നമ്മളുടെ ഫിസിക്കൽ വേൾഡിലേക്ക് ഈ ആഗ്രഹം പൂർണ്ണമായി തന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് ഇത്രയും വിഷ്വലൈസ് ചെയ്തുകൊണ്ട് 3 പ്രാവശ്യം നിങ്ങൾ പറയുക. അതായത് ഈ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ ആർക്കേഞ്ചൽ മൈക്കൽ അല്ലെങ്കിൽ ശ്രീമുരുക ഭഗവാന്റെ ആ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷനിലൂടെ ഞാൻ ആഗ്രഹിച്ച ആഗ്രഹം, മൈ വിഷ് അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം എന്താണ്, നിങ്ങളുടെ ആഗ്രഹം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണം, സമ്പത്ത്, അല്ലെങ്കിൽ നല്ല ജോലി, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എനർജി, അല്ലെങ്കിൽ എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നുള്ള നിങ്ങളുടെ പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ എപ്പോഴും നേർവഴിക്ക് മാത്രം നമ്മളെ നയിക്കുക എന്നുള്ള നിങ്ങളുടെ എന്താഗ്രഹമാണെങ്കിലും അത് ഈ ഒരു ഫിസിക്കൽ വേൾഡിലേക്ക് പൂവണിഞ്ഞ് തന്നതിന് അല്ലെങ്കിൽ നടപ്പിലാക്കി തന്നതിന് കോടാനുകോടി പ്രണാമം എന്നുള്ള രീതിയിൽ നിങ്ങൾ 3 പ്രാവശ്യം പറയുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഒരു 30 ദിവസം പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പ്രാർത്ഥനയിലെല്ലാം നമ്മളുടെ ഈ ഒരു ആർക്കേഞ്ചൽ മൈക്കൽ അല്ലെങ്കിൽ ശ്രീമുരുക ഭഗവാൻ എന്ന് പറയുന്ന ഈ ഒരു ഡിവൈൻ ഫോഴ്സസിനെ നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചാൽ ഓം ശരവണ ഭവ എന്ന് പറയുന്ന വലിയ മന്ത്രമുണ്ട്. അല്ലെങ്കിൽ ആർക്കേഞ്ചൽ മൈക്കലിൻ്റെ പേര് പറഞ്ഞ് ആ ഒരു ബ്ലെസ്സിങ്സ് നമ്മൾ ചോദിച്ചാലും മതി, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഏത് മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ചാലും നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. എത്ര വലിയ നെഗറ്റീവ് എനർജി, നമുക്കറിയാം സ്പിരിച്വൽ പാത്തിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ മറ്റു പലർക്കും നമ്മളുടെ ആ ഒരു ഓറയുടെ പ്രഭാവം കൊണ്ട് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചുറ്റിനും നിൽക്കുന്ന ആളുകളെല്ലാം നമ്മളെ പിടിച്ചു താഴ്ത്താനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടക്കും. അതൊരു സ്ട്രേഞ്ചർ ആണെങ്കിൽ പോലും അത് ചെയ്യും. ബിക്കോസ് അവരുടെ ഈഗോ ആ ഒരു രീതിയിലായതുകൊണ്ട്. അപ്പം നമുക്ക് ഈഗോ ഡെത്തൊക്കെ വന്നതുകൊണ്ട് നമുക്കത് മനസ്സിലാവുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് വരുന്ന ഇത്തരത്തിലുള്ള ദുഷ്ടമായിട്ടുള്ള ആ ഒരു അസ്ത്രങ്ങൾ അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഡെവിൾ എനർജി അല്ലെങ്കിൽ ബ്ലാക്ക് എനർജി എല്ലാം മാറ്റിക്കൊണ്ട് നമ്മളെ നേർവഴിക്ക് മാത്രം നടത്താനും നയിക്കാനും ഈ 2 ശക്തികൾ നമ്മളെ പൂർണ്ണമായും സഹായിക്കും. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.